ഹല്ലേലൂയ. ദൈവനാമത്തിന്റെ മഹത്വമുണ്ട്. ഒരു വിശുദ്ധ പ്രഭാതം കൂടി ദാനമായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന വചനധ്യാനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, രാജാധിരാജനെ കർത്താതി കർത്തനെ, താൻ മാത്രം അമർത്യതയുള്ളവനെ, വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ, യാഹേ യുദ്ധം അങ്ങേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവം സകലത്തിനും മേലധികാരിയായ ദൈവം, സകലത്തെയും ഉളവാക്കിയ ദൈവം, കർത്താവ് ആൽഫയും ഒമേഗയും ആദ്യനും അന്തിനുമായ ദൈവമായിരിക്കാൻ ഹല്ലേലൂയ. ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാകുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ പകൽക്കാലം നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കുള്ള ഒരു വാക്യം വായിക്കും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1:8 വാക്യം. എന്നാൽ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എല്ലായിടത്തും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. നമ്മൾ എന്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന? പരിശുദ്ധാത്മനെ പ്രാപിച്ചിട്ട് നിങ്ങൾ എല്ലായിടത്തും, എല്ലാ രാജ്യത്തും, നാം ആയിരിക്കുന്ന ദേശത്ത് മറ്റുള്ള രാജ്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിയ സാക്ഷികളാകുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ആമേൻ അപ്പോസ്തല പ്രവൃത്തി എഴുതിയപ്പോൾ വളരെ ആമേൻ നമുക്കറിയാമല്ലോ, ഒരു ഡോക്ടറാണ് ലൂക്കോസ്. ഹല്ലേലൂയ. ലൂക്കോസാണ് അപ്പോസ്തല പ്രവൃത്തി എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ ലേഖനമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ലേഖനമല്ല, ഒരു ചരിത്ര പുസ്തകമാണ്. ആമേൻ. ഒരേ ഒരു ചരിത്ര പുസ്തകമാണ് പുതിയ നിയമത്തിലെ ആമേൻ ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഡോക്ടറായ ലൂക്കോസ് ആണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. അതിൽ പറഞ്ഞിരിക്കുന്നതാണ്, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷ്യം. ആകയാൽ നാം എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ഒരു സാക്ഷിയാകണമെങ്കിൽ ഹല്ലേലൂയ നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത ആർക്കും തന്നെ ദൈവിക വേലയിൽ പങ്കാളിയാകുവാൻ കഴിയത്തില്ല. ആമേൻ. എന്നോർത്തിട്ട് ഹല്ലേലൂയ നമുക്ക് ചെയ്യുവാൻ കഴിയത്തില്ല എന്നല്ല, നാം ഹല്ലേലൂയ ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവര് ആമേൻ ഹല്ലേലൂയ അഭിഷേകത്തിൻ്റെ അന്യഭാഷ അടയാളം ലഭിച്ചില്ലെങ്കിൽ തന്നെ ആ നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ മേലെ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ ശക്തി ലഭിച്ചവര് ആമേൻ ഹല്ലേലൂയ ആ രക്ഷിതാവായി സ്വീകരിച്ച് ആമേൻ ജലത്തിൽ സ്നാനപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളുണ്ട്, പൂർണ്ണമായിട്ടും ഉണ്ട്. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ അങ്ങനെ അഭിഷേകം ആ ദൈവിക ശുശ്രൂഷ ഏറ്റെടുത്തവർക്ക്, അവരുടെ ജീവപുസ്തകത്തിൽ പേരെഴുതി കണ്ട എല്ലാവർക്കും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പിന്നെ നമ്മൾ അധികമായി ദൈവത്തിൽ അടുത്ത് വരുമ്പോൾ നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുടെ കൃപാവരങ്ങൾ, അന്യഭാഷ അടയാളത്തോടെ ആ കൃപാവരങ്ങൾ ലഭിക്കുവാൻ കഴിയും. ആകയാൽ നാം എന്ത് ചെയ്യണം? നമ്മൾ എല്ലാവരും ദൈവത്തിനെ രക്ഷിതാവ് സ്വീകരിച്ച് ഓരോ മക്കളും പരിശുദ്ധാത്മ ഉള്ളവരാണ്. ആമേൻ. സ്തോത്രം. എന്നാൽ നമ്മൾ കൃപാവരങ്ങൾ, അന്യഭാഷ അടയാളം ഹാലേ അതൊരു കൃപാവരമാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കരുണ തോന്നി തരുന്നതാണ്. നമുക്ക് ഒരർഹതയുമില്ല, എനിക്കൊരു അർഹതയുമില്ല അത് ലഭിക്കും. എന്നാൽ എൻ്റെ ദൈവം എന്നോട് മനസ്സലിഞ്ഞതാണ്. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. ആകയാൽ നമുക്ക് ഈ പകൽക്കാലം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അതിനായിട്ട് നാം ജാഗരിക്കണം. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ പകൽക്കാലം ആ പരിശുദ്ധാത്മാവ് വലിയ സാന്നിധ്യം ഈ പകൽക്കാലം നമ്മെ വഴി നടത്തട്ടെ. ക്രിസ്തുയേശുവിൽ നമ്മെ ജയോത്സവം വഴി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഓരോ ദിവസവും ദൈവത്തിന് വേണ്ടി ഉത്തമ സാക്ഷികളായി തീരുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, വചനം കേട്ട് ഓരോ മക്കളെയും കർത്താവിൻ്റെ കത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ കേൾക്കുന്നവർ കർത്താവ് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുന്നവരെ കാത്തിരുന്ന് അതിനായിട്ട് ഒരുങ്ങിയിരുന്ന് കർത്താവിനോട് യാചിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കർത്താവിനോട് യാചിച്ച് ആ കൃപാവരങ്ങൾ പ്രാപിക്കുവാൻ തൻ്റെ മക്കൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നിലനിൽക്കുന്ന ഫലം കായ്ക്കണം. ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവെ. തിരുവനന്തപുരത്തിൽ ഏൽപ്പിക്കുന്ന പ്രത്യേകമായി ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നു യേശുവിൻ്റെ രക്തത്താലും വചനത്താലും പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ അടിപ്പിലുള്ള സൗഖ്യം തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അത് ചെയ്തിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കാം. ആമേൻ. നമുക്ക് ഹാലേ ദൈവകരങ്ങളിൽ തന്നെ നമ്മെ തന്നെ വീണ്ടും സമർപ്പിച്ചായിരിക്കും. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. മാറാനാഥ.